Good morning to all of you. Now we are going to discuss different types of cost. Opportunity cost, imputed cost, estimated cost, standard cost, historical cost, conversion cost, differential cost, sunk cost, development cost, marginal cost, research cost, ordering cost, carrying cost, out of stock cost, normal cost and abnormal cost. First one is opportunity cost. Opportunity cost is the benefit foregone or sacrificed on rejecting a particular alternative to another competing alternate choice. Opportunity cost as the value of a benefit sacrificed in favor of an alternative course of action. ഡിഫറെൻ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മറ്റ് പല ഓൾട്ടർനേറ്റീവ്സും നമുക്ക് നൽകാവുന്ന ലാഭം നഷ്ടപ്പെടാം. അങ്ങനെ വരുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ ചാർജസ്. ഇത് സാധാരണഗതിയിൽ കോസ്റ്റ് ബുക്സിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ്. കോസ്റ്റ് കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുക. നോഷണൽ ചാർജസ് ആർ ദി ഇമാജിനറി ചാർജസ് സച്ച് ആസ് റെന്റ് ഓൺ ഓൺ ബിൽഡിംഗ്, interest on own capital, etc. charged in the cost books but are not to be paid to anyone. These are charged on the notion that such payments are made by other concerns of same industry who do not have such facilities. The next one, estimated cost. Estimated cost are the cost determined in advance after considering all the factors that may influence cost. Next one, standard cost. Standard cost is a scientifically estimated cost after taking into account all the factors affecting and influencing the cost. Standard cost provides a yardstick against which actual costs are compared. Next one, historical cost. The historical cost is the actual cost determined after the production is over. Next, conversion cost. It refers to the cost of converting direct materials into partly or fully finished products or from one stage of production to next. പലപ്പോഴും മെറ്റീരിയൽസ് ഡയറക്റ്റ് മെറ്റീരിയൽ പാർട്ട്ലി പ്രോഡക്റ്റായിട്ടോ ഫുള്ളി ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് വരുന്നുള്ള കോസ്റ്റുകളെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്നും പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് റോ മെറ്റീരിയൽസ് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്ന കോസ്റ്റുകളെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുക. Conversion cost is the sum of direct wages, direct expenses and overhead expenses for converting raw materials into work in progress and finished products. Next, differential cost. Differential cost is the difference in cost between two levels of activities. കോസ്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അതായത് രണ്ട് ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ രണ്ട് ലെവലിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. ഇഫ് ദ ചേഞ്ച് ഇൻക്രീസ് ദ കോസ്റ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇഫ് ദ ചേഞ്ച് ഡിക്രീസസ് ദ കോസ്റ്റ് ഈസ് നോൺ ആസ് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചേഞ്ച് വർദ്ധിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കാം? ഇൻക്രിമെൻ്റൽ കോസ്റ്റാണ്. ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുമ്പോൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിക്രിമെൻ്റൽ കോസ്റ്റും ആയിരിക്കും. നെക്സ്റ്റ്, സങ്ക് കോസ്റ്റ്.
റിക്കവർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതും ഫ്യൂച്ചറിലെ ഡിസിഷൻ മേക്കിങ്ങിനെ യാതൊരു തരത്തിൽ സ്വാധീനിക്കാത്തതുമായിട്ടുള്ള കോസ്റ്റുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. അസറ്റുകളൊക്കെ റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണം നിലവിലുള്ള അസറ്റ് നമ്മൾ പുതിയതായി ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ അസറ്റിൽ നിന്നും അതിൻ്റെ സാൽവേജ് വാല്യൂ കുറച്ചിട്ട് വരുന്ന എമൗണ്ട് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. അതെത്രയുണ്ടോ അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന കോസ്റ്റുകളാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഇർറിക്കവറബിൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ എന്റർപ്രൈസ് in the past which has no influence in its future decision making. For example, when a replacement of an asset is under consideration, the undepreciated value of existing asset is the sunk cost. Next, development cost. Development cost is the additional cost incurred in connection with the development of a new product or the manufacture of a product under improved methods. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റുകളെയോ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വരുന്ന കോസ്റ്റുകളെയാണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് വേരിയബിൾ expenses. Next, research cost. Research cost is the cost incurred for seeking or searching for improved or new products, new or improved methods, etc. Ordering cost. Ordering cost is the cost of placing one order at a time to purchase a particular material. മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വാങ്ങാം, അതിനെ സംബന്ധിക്കുന്ന ഓർഡറിങ് കോസ്റ്റിനെയാണ്, ഓർഡർ പ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുക. ക്യാരിയിങ് കോസ്റ്റ്. നെക്സ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ക്യാരിയിങ് ഓർ സ്റ്റോറിങ് ഓർ മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി ഇൻ ദി സ്റ്റോർ. നമ്മൾ ഓർഡർ ചെയ്ത് ലഭ്യമാകുന്ന ആ സ്റ്റോക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, വെയർഹൗസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ് ഈസ് ദ ലോസ് ഇൻ പ്രോഫിറ്റ് ഡ്യൂ ടു ആൻ ഐറ്റം ബിക്കമിംഗ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ലോസ് ഓഫ് സെയിൽസ്, ലോസ് ഓഫ് ഗുഡ് വിൽ, ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ, എറ്റ്സെട്ര. Next one, normal cost. It is the cost which is normally incurred at a given level of output in the conditions in which that level of output is normally attained. It is a part of cost of production. Next one, abnormal cost. It is the cost which is not normally incurred at a given level of output in the conditions in which that level of output is normally attained. It is a loss due to accidental or unexpected causes. Next one is advantages of cost accounting. The main advantages of cost accounting are first one, advantages to the management. Second one, advantages to employees. Third one, advantages to the government. Fourth one, advantages to the public. And fifth one, advantages to stockholders. First one, advantages to the management. In the recent past, the cost accounting has gained great importance as an aid to management. It is a tool that helps the management in taking important decisions. It helps management in the following manner: supplies detailed cost information, facilitates planning, assists in price fixation, discloses operating efficiency, helps in decision making, facilitates cost comparison, facilitates inter-firm comparison, helps in established standard cost, helps in preparation of income statement,
and leads to introduction of new or improved methods. Second one is advantages to employees. Advantages to employees, which includes helps to have a sound wage policy, distinguishes efficient from inefficient workers, offers higher bonus, offers more security to job. Third one is advantages to the government, that is provides reliable cost data, helps to utilize scarce resources and helps to prepare plans. Fourth one is advantages to the public, which includes reduces wastage, improves public confidence through cost audit, improves employment opportunities, and helps to control inflationary trend. Fifth one is advantages to stakeholders. Bankers, investors, creditors, etc. get a clear picture of the functioning of the firm. It helps them to grant financial assistance and offer better credit terms on the basis of the financial health of the organization. Next one is limitations of cost accounting. First one expensive, second one dependence on financial accounting, third one lack of support from management, fourth one problem of apportioning blame for inefficiency, fifth one problem of reconciling cost and financial accounts, sixth one cost accounting lacks uniform procedure. Thank you.